ഗൈസ് ഡൽഹിയിൽ നല്ല കേരള ഫുഡ് അടിക്കാൻ വന്നിട്ടുള്ളതാണ്. ദില്ലി ഹാറ്റ് INA അപ്പൂസ് ഹോട്ടലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എപ്പോൾ ഡൽഹിയിൽ വന്നാലും ഇവിടെ ഒരു പ്രാവശ്യം കയറാറുണ്ട്, അത്ര നല്ല ഫുഡാണ്. അപ്പോൾ അപ്പൂസ് ഹോട്ടലിലെ മെയിൻ ഫാനാണ് സിനാനുണ്ട്, പിന്നെ അസ്കർ ഉണ്ട്, മനാസർ ഉണ്ട്. അപ്പോൾ ഗൈസ് ബിയോണ്ട് ദ ഫസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വന്നിട്ട് ഒരു 10 മിനിറ്റ് ആയി ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം ഓർഡർ ആക്കി നമ്മളെ അസ്കറും മനാസറും പറയും. അസ്കർ പറഞ്ഞു. പിന്നെ പഴംപൊരി, പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ട്, പൊറോട്ട ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ എന്തോന്ന് പറഞ്ഞു കാര്യമായ സാധനം ഇത് ബാക്ക് പറഞ്ഞെടുക്കേണ്ട അവസ്ഥ. അസ്കർ ഓർഡർ ആക്കിയെന്ന് അറിയുന്നില്ല. നല്ല സ്ട്രോങ് ചായ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് അമ്മ എങ്ങനെ മുമ്പേ തോന്നി, ഞാനും സിനാൻ എങ്ങനെ മുമ്പേ തോന്നിട്ടുണ്ട്. അപ്പോൾ അസ്കറിനും മനാസറിന്റെ നമുക്ക് റിവ്യൂ എടുത്ത് നോക്കാം അപ്പൂസ് ഹോട്ടലിൽ എങ്ങനെ ഉണ്ടാകുന്നുള്ളത്. കഴിക്കാണിപ്പോ പറയാനല്ലോ. ഫുഡ് എത്തിയിട്ടുണ്ട്. നല്ല നാടൻ പൊറോട്ടും ബീഫും ചിക്കൻ ഫ്രൈ ഉണ്ട്. അസ്കറെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇനി തിന്നോക്കാം. വേണ്ട അസ്കറ. ടോപ്പല്ലേ? എന്താ പറയുക, എത്ര റേറ്റിംഗ് കൊടുക്കും? ഇതാണ് മെട്രോ സ്റ്റേഷൻ വരുന്നുള്ളത്. മെട്രോ സ്റ്റേഷൻ നേരെ എക്സിറ്റ് അടിച്ചാൽ ഇതിൽ അവിടെയാണ് നമ്മളെ അപ്പൂസ് ഹോട്ടൽ വരുന്നുള്ളത്. മെട്രോ സ്റ്റേഷന് ദില്ലി ഹാട്ട് INA. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ജമാ മസ്ജിദിലേക്ക് പോകുന്നത്. പെട്ടെന്ന് പോകണം, അവിടെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നുള്ളത്. അസ്കറിനെ കുറിച്ച് ആർക്കെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? അസ്കറിന്റെ ഡ്രസ്സിങ്ങിന്റെ എല്ലാവർക്കും അസ്കറിന്റെ യൂട്യൂബ് ഫുൾ കമന്റ്സ് അസ്കർ ഫാൻസ് അസ്കർ ചെയ്ത് അസ്കറിന്റെ ഡ്രസ്സിങ്ങിനുണ്ട്. നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം അഭിപ്രായം. നോക്കി അസ്കറിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? പള്ളിന്റെ ഷൂ അസ്കർ സ്പെക്ക് നിൽക്കുള്ളൂ. സ്പെക്ക് മാല നോക്കട്ടെ, മാല ഗോൾഡിന് മാല, ടീഷർട്ട് ഒക്കെ സീന്, വാച്ച് പാൻറ് നിക്കസ്കര ഷൂ. അപ്പൊ എല്ലാരും എന്താ പറയുന്നത്, കമന്റിൽ പറയണോ അസ്കറിന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മള് ജമാ മസ്ജിദ് എത്തി. ജമാ മസ്ജിദ് സ്ട്രീറ്റ് ആണ് ഫ്രണ്ടിലുള്ളത്, മീന ബസാറ സ്ട്രീറ്റ്, ബാക്കില് മെട്രോ. അപ്പോൾ അസ്കറിന്റെ ഡ്രസ്സിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു, കമന്റിൽ പറയണം അസ്കറിന്റെ ഡ്രസ്സിങ്ങിന്റെ കുറിച്ചിട്ട്. മന പറയുന്ന പാങ്ങില്ല, രസമില്ല. ഇവിടെ ഇങ്ങനെ ക്ലോസ് ആവും. അപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ക്ലോസ് ആവുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഫുഡ് അടിക്കണം, സ്ട്രീറ്റ് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് സ്വീറ്റ്സ് ട്രൈ ചെയ്യാണ്, വേറെ ഒന്നുമില്ല. നല്ല തണുപ്പ് കാറ്റുണ്ട്. നമുക്ക് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാം. അസ്കറുടെ ഉണ്ട്, ദില്ലി വാല അസ്കർ. മാർക്കറ്റിൽ ഏകദേശം ക്ലോസ് ആവുന്നുണ്ട്, ഫുൾ അടിക്കുന്നുള്ളതാണ്. ഏകദേശം അടിച്ച് കുറച്ചെല്ലാം ബാക്കി. നമുക്ക് തോന്നുന്നത് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല കാറ്റുണ്ട്, അപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും എല്ലാവരും ക്ലോസ് ചെയ്യുന്നുള്ളത്. നമ്മൾ ബാഗിന് ഇച്ചാലുണ്ട്. നമ്മള് ഫുഡ് സ്ട്രീറ്റിലെത്തി. ഷായ് ടുക്കടവും റബ്രിയൊക്കെ ട്രൈ ചെയ്യുന്ന, ഗുലാബ് ജാമുൻ ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇരുന്നിട്ടുണ്ട് അകത്ത്. ഇതാണ് ഷോപ്പ്. അപ്പോൾ നമ്മളെ പയ്യനെ ഫുൾ റെഡി ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ഷായ് ടുക്കട, റബ്രി, ഗുലാബ് ജാമുൻ. ഇതിൻ്റെ പേര് എന്തുകൊണ്ടോ കർത്തിയിൽ എന്തുകൊണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ഗുലാബ് ജാമുൻ എങ്ങനെയുണ്ട് പറഞ്ഞോ? ഉള്ളിയെങ്കിൽ ബായ് ഉള്ളിയാ കുറ. ഇതെന്ത് സാധനം? ഷായ് ടുക്കട. ഇത് ഷായ് ടുക്കട മല്ല ഒന്നാ മതി. റബ്രി എങ്ങനെയുണ്ട്? എല്ലാത്തിനും വെച്ച് എന്താ അഭിപ്രായം? മൂന്നിനും ഷായ് ടുക്കട ചൂടുണ്ട്. മധുരം കൂടുതൽ. ഷായ് ടുക്കടക്കാം. നമ്മള് 3 കഴിച്ച്. അതിൽ ഷായ് ടുക്കട അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, മുമ്പത്തേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അത്ര. അപ്പോൾ അത് മാത്രമാണ് ഇഷ്ടപ്പെടാനുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ട്. ഒന്നിന് വരുന്നുള്ളത് 50 രൂപയാണ്. ഗുലാബ് ജാമുൻ എല്ലാത്തിനും 50 രൂപ വരുന്നുള്ള. നമ്മൾ നേരെ എടുക്കുന്ന അസ്കര എന്നെ എടുക്കുന്ന എന്ത് കുടിക്കാൻ പോന്നെ?
നമ്മൾ നേരെ മുഹമ്മദ് ഖാൻ സർബത്ത് കുടിക്കാൻ പോകുന്നു. നല്ല തിരക്കാണ് ഇവിടെ, ഒന്നും നോക്കാനില്ല, നല്ല തിരക്ക്. അത് നമ്മളിപ്പോൾ ഉള്ളത് അസ്ലം ബട്ടർ ചിക്കൻ ആണ്. ഇതാണ് അസ്ലം ബട്ടർ ചിക്കൻ്റെ പുതിയ റെസ്റ്റോറൻറ്റ്. പഴയത് കുറച്ചും കൂടി ആ ഭാഗത്തോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതാണ് ഹാജി മുഹമ്മദ് ഹുസൈൻ, നമ്മളെ കുത്തിരിക്കുന്ന ഇക്കാൻ്റെ. അവിടെ ഉണ്ട് അയാൾ. നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ദിവസം വരാം. ഇപ്പോൾ ഫുഡ് സ്ട്രീറ്റിൽ വന്നാൽ നിങ്ങൾ ഇങ്ങനത്തെ കുറേ കാഴ്ചകളാണ്. കുറേ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ കുത്തിരുന്നതാണ്. എന്താ വെച്ചാൽ അവർക്ക് റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് ഫ്രീ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇതുപോലെ ഇങ്ങനെ നിന്നിട്ടുണ്ടാകുന്നുള്ളത്. ഭയങ്കര അവസ്ഥ തന്നെയാണ് അവർക്ക്. ഡെയിലി ഇതുപോലെ ഇതുണ്ടോ ഫുഡ് കിട്ടി പോകുന്നുണ്ട് അവരൊക്കെ. അങ്ങനെ അടുത്ത മുഹബത്ത് കുടിക്കാൻ വന്നിട്ടുണ്ട്. നമ്മളെ അറബിയാണ്, അറബി. എല്ലാവരും താങ്കളാണ് കൈയിൽ കൊടുക്കുന്നുണ്ട്. സിനിമ എങ്ങനെയുണ്ട്? രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ ഉണ്ടാവും? മന എങ്ങനെയുണ്ട്? അതും ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതല്ലേ ഉണ്ടാവും? ഓക്കെ. ഈ അറബീൻ്റെ ലൊക്കേഷൻ വരുന്നുള്ളത് നമ്മൾ അസ്ലമിൻ്റെ നേരെ പുറത്ത്. മലയാളി പൊടി വട്ടക്ക ശർബത്ത് അടിപൊളി നല്ല രസം. അയ്യോ അങ്ങനെ നമ്മൾ ഈ ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് പുറത്തിറങ്ങി നേരെ റൂമിൽ പോകാമെന്ന് ഒന്നും ട്രൈ ചെയ്തില്ല. ജസ്റ്റ് മോദ്ബൽക്ക ഷർബത്തും പിന്നെ കുറച്ച് സ്വീറ്റ്സ് മാത്രം ട്രൈ ചെയ്ത് നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാ. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതാണ്. അസ്കറിനും മനാസിറിനും അവർക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെട്രോ 11 മണി വരെ ഉണ്ട്. അപ്പോൾ മെട്രോ ഒന്ന് ഇറങ്ങിയിട്ട് കുറേ നടക്കാനുണ്ട്. അതേ പൈസയ്ക്ക് നമുക്ക് ഊബറിലെത്തും. അതുകൊണ്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ കാറാണ്, ക്യാബാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നേരെ 15 പോകും, കിടന്നുറങ്ങും. രാവിലെ എണീച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇൻഷാ നമുക്ക് നോക്കാം. ഊബർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ തന്നെയല്ല കറിക്കോ ഊബറിൽ കയറി നമ്മൾ ഈ കാണുന്ന ബൈൻ്റെ ഷോപ്പല്ല ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങി, നേരെ ഇവിടെ നിന്ന് വെള്ളവും വാങ്ങി, അത്താഴത്തിനുള്ള എല്ലാം വാങ്ങിയിട്ട് നേരെ റൂമിൽ പോകുന്നതാണ്. ഫ്രൂട്ട്സിൻ്റെ അവിടെ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നേരെ റൂമിൽ പോകുന്നതാണ്. അപ്പോൾ നാളത്തെ പ്ലാൻ എന്തെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടില്ല. റൂമിൽ പോയിട്ട് കിടന്നുറങ്ങണം. റൂം 9 മണിയാകുമ്പോൾ വെക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. 24 hours റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പോയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കഥ എന്നുള്ളത്, എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം എന്നുള്ളത്. നാളെ 9:15 നമ്മളെ ബസ്സുള്ളത് രാത്രി. അപ്പോൾ അതുവരെ എന്ത് മാർക്കറ്റിലേക്ക് പോകാനുണ്ട്. എന്തേ ഇല്ല പോ മാർക്കറ്റിലേക്ക് എങ്ങനെയും പോകാനുണ്ട്. പർച്ചേസും കാര്യങ്ങളും വിൻ്റർ ഷോപ്പിംഗ് നടത്താനുണ്ട്. എന്താ വെച്ചാൽ കശ്മീരിലേക്കല്ലേ പോകുന്നുള്ളത്. അപ്പോൾ ജാക്കറ്റ്സും ഗ്ലൗസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതിനെങ്കിലും മാർക്കറ്റിലേക്ക് പോകണം. അത് ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ എവിടെയെങ്കിലും പോകണോ, പിന്നെ നേരെ മാർക്കറ്റിൽ പോകണം, അങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കണോ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പോൾ ബൈ. അല്ല അസ്കർ ബൈ അല്ല, ബൈ. അസ്കറിന്റെ ബൈ അത് കോമഡി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. നാളത്തെ ഡൽഹിയിലെ വിശേഷങ്ങളുമായി നാളെ കാണാം. അതുവരേക്കും ബൈ.